ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മൊമോസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൽ ബോണുള്ളതും ബോണില്ലാത്തതൊക്കെ ഉള്ള പീസാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ സാധാരണ ചിക്കൻ മൊമോസ് ഉണ്ടാക്കുന്ന രീതിയേക്കാളും കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണഗതിയിൽ എന്ന് പറയുമ്പോൾ ചിക്കൻ നമ്മൾ ഈ മൊമോസിൻ്റെ ഷീറ്റിലൊക്കെ വെച്ചിട്ട് ആ ആവി കയറ്റി വേവിക്കുകയാണ് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ അതങ്ങനെ അത്ര ടേസ്റ്റിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ ആദ്യം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടിയെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം. ബാക്കിയുള്ള വെള്ളം എന്ന് പറയുന്നത് ചിക്കനിൽ നിന്ന് ഊറി വന്നോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഒരു വിസിൽ ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അത് വെന്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് മൊമോസിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ മൈദപ്പൊടിയും ഉപ്പും കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ടോട്ടൽ എത്ര വെള്ളം ഒഴിച്ചെന്ന് ഞാൻ പറയാം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇത് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മാവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നാനാണെങ്കിലും പൊറോട്ട, ചപ്പാത്തി, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഐറ്റംസ്, ഈ മൊമോസ്, സമൂസ, അതിൻ്റെയൊക്കെ മാവ് ഉണ്ടാക്കുമ്പോഴൊക്കെ പരമാവധി നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്താൽ തന്നെ മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ട് വരും. കണ്ടില്ലേ, ഞാനിപ്പോൾ ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചെന്ന് മാത്രം. ടോട്ടൽ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മാവിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മാവ് 1/2 മണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനൊരു നനഞ്ഞ തുണി കൊണ്ട് ഇത് മൂടിയിടുന്നുണ്ട്. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് പരത്താനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മൊമോസ് ചട്നി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രില്ല് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തക്കാളി നല്ലപോലെ ചൂട് ആക്കി നല്ലപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതേപോലെ തക്കാളിയുടെ എല്ലാ സൈഡും നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തക്കാളി നല്ലപോലെ ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് പകർത്തി വയ്ക്കുകയാണ്. ഇതേപോലെ നമുക്ക് വറ്റൽമുളകും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ 5 വറ്റൽമുളക് അതുപോലെ പപ്പടക്കോലില്ലേ അതുമ്പോൾ കുത്തിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തിയാലും കുഴപ്പമില്ല, ഒന്ന് തീ ഒന്ന് ഊതി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചൂടാക്കി എടുത്തിട്ടുള്ള വറ്റൽമുളകൊക്കെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയില്ലേ അത് 2 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ആ തക്കാളിയുടെ മുകളിലത്തെ ആ ഒരു സ്കിന്നില്ലേ, ആ ഒരു കരിഞ്ഞ സ്കിന്ന്, ആ കരിഞ്ഞ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുപോലെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ ചട്നി ചിലപ്പോൾ ഒരു കറുപ്പ് കളർ കയറി വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് 1 കൈ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 പച്ചമുളക് കഷ്ണങ്ങളാക്കിയത്, ഇതെല്ലാതും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം.
ഏകദേശം 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കാം. എക്സ്ട്രാ വെള്ളം നോക്കണില്ല. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ മൊമോസിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ് കേട്ടോ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. ഇനി നമുക്ക് മൊമോസിൻ്റെ അകത്ത് വെക്കുന്ന ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം വലുപ്പമുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 കൈ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓനിയൻ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ സോഫ്റ്റ് ബട്ടർ, പിന്നെ 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് ഞാൻ മിക്സിയുടെ ജാറിൽ എല്ലൊക്കെ മാറ്റിയതിന് ശേഷം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ചിക്കൻ പീസോടെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടണം കേട്ടോ, നല്ലപോലെ അരിഞ്ഞു പോരുത്. അങ്ങനെ കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ എടുക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മൊമോസിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊമോസിൻ്റെ ഷീറ്റ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് അരമണിക്കൂറോളമായിട്ട് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മാവ് നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവിനെ വീണ്ടും നല്ല പോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുക്കളയിലത്തെ ആ സ്ലാബില്ലേ, അതുമായി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് അവിടെ വയ്ക്കുക. അതിന് മുകളിൽ കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ കുഴച്ച് കൊടുക്കുക. കുഴച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ മാവ് നല്ല പോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ഇത് കുഴച്ച് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ നല്ല പോലെ കുഴച്ച് കൊടുത്താലാണ് മാവ് നല്ല പോലെ സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് വരണോ. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുക്കാനായിട്ട് നോക്കാം. അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള ഈ മാവിനെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു മാവിൻ്റെ പോർഷൻ എടുത്തിട്ടുണ്ട്, മറ്റേത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇതിങ്ങനെ ഉരുട്ടി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സൈഡും ഒരേപോലെയാണ് വന്നിട്ടുള്ളത്. ഒരു സൈഡ് ഇങ്ങനെ വണ്ണം കുറഞ്ഞിട്ടോ അപ്പോൾ അതിന് ഒരു സൈഡ് വണ്ണം കൂടിയിട്ടോ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ള ഈ മാവിനെ നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാനായിട്ട് നോക്കാം. ഇനി മുറിച്ച് വെച്ചിട്ടുള്ള ഓരോ കഷ്ണങ്ങൾ നമുക്ക് ബോൾ പിടിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നല്ല പോലെ ഇങ്ങനെ ഉള്ളം കൈയിൽ വെച്ചിട്ട് ഉരുട്ടി എടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ എല്ലാതും ബോൾ പിടിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇനി ഉരുട്ടി വെച്ചിട്ടുള്ള ബോളൊക്കെ നമുക്ക് പരത്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അത് ആ ഒരു ബോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബോളിനെ പരമാവധി പരത്താൻ പറ്റുന്ന പോലെ പരത്തിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെക്കാനായിട്ട് നോക്കാം. ഫില്ലിങ് ഇങ്ങനെ പരമാവധി ആ അറ്റം തൊട്ടിട്ട് ഈ ഒരറ്റം കിട്ടുന്ന വരെ വെക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ആദ്യം ഇതിൻ്റെ 2 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഞൊറിഞ്ഞു കൊടുക്കില്ലേ, അതേപോലെ കൊണ്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും
നമുക്ക് പരത്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണോടെയും പരത്തുന്നത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇത് നല്ല പോലെ തിന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിനുള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ ഇച്ചിരി ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തേക്ക് എത്തുന്ന രീതിയിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിന് 2 സൈഡും എടുത്ത് 2 സൈഡും കൂടി ഒന്ന് കൂട്ടി പിടിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോൾഡിങ് ചെയ്ത് തുടങ്ങുക കേട്ടോ. നമ്മൾ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുക്കില്ല, നേരത്തെ പറഞ്ഞ പോലെ ഞൊറിഞ്ഞു കൊടുക്കുന്ന പോലെ ഇങ്ങോട്ട് ഞൊറിഞ്ഞു കൊടുത്താൽ മതി. ഇതേപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാ മൊമോസിനുള്ളതും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമർ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൻ്റെ ഉള്ളിൽ ആദ്യം ഓയിലിട്ടിട്ട് ഒന്നിങ്ങനെ പുരട്ടി കൊടുക്കുക. അതിനുശേഷം വേവിക്കാനായിട്ട് ഓരോ മൊമോസും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ മൊമോസിനുള്ളത് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെക്കാനായിട്ട് നോക്കാം. വെന്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റാണ് അതിൻ്റെ കുക്കിംഗ് ടൈം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ ഫൈനലി നമ്മുടെ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൊമോസിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ മൊമോസ് ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം. കഴിക്കാൻ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ആരും ഇത് മിസ് ചെയ്യരുത്. ഇതിൽ ചിക്കൻ വേവിക്കാതെയാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെയായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുക്കിംഗ് ടൈം 15-20 മിനിറ്റോളം എടുത്തോളൂ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് ചട്നിയിലൊക്കെ ഇങ്ങനെ മുക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ. അത് ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ടാവും ഈ ചട്നിക്ക്. കണ്ടില്ലേ, ചട്നിയൊക്കെ ആ മൊമോസിൽ കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കണ്ടില്ലേ, ചിക്കനും അതിലത്തെ മസാലയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കണ്ടില്ലേ, ഉള്ളിലൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. എപ്പോഴും ഈ മൊമോസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ പരത്തുന്ന ഷീറ്റില്ലേ പരമാവധി തിന്നായിട്ട് പരത്താനായിട്ട് നോക്കുക. ഉള്ളിലുള്ള ആ ഫില്ലിങ് ശരിക്കും നേരിലടിച്ച് കാണും. അങ്ങനെ പരത്തുമ്പോഴാണ് കൂടുതൽ ആ ഒരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. കടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക അത്രയും സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇല്ലെങ്കിൽ പിന്നെ ആ ഷീറ്റ് നല്ല കട്ടിയായി പോവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.